അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിശാചുക്കൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ. ഒന്നാമത്, ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ. ഇത്തരം വീടുകളിൽ പിശാചുക്കൾ താമസിക്കും. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാത്ത വീടുകളിലും പിശാചുക്കളുടെ സാമീപ്യം ഉണ്ടാകും. അവർ അതിൽ ഫിത്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. രണ്ടാമത്, വൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ. വൃത്തിയില്ലാത്ത ദുർഗന്ധം നമിക്കുന്ന അത്തരം സ്ഥലങ്ങളിലും പിശാചുക്കൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ വീടുകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറയുന്നത്. മൂന്നാമത്, വർഷങ്ങളോളമായി പൂട്ടിക്കെടുക്കുന്ന വീടുകൾ. മാസങ്ങളോളോ വർഷങ്ങളോളോ പൂട്ടിക്കെടുക്കുന്ന വീടുകൾ. ഇത്തരം വീടുകളിലും പിശാചുക്കളുടെ സാമീപ്യം ഉണ്ടാകും. അപ്പോൾ അത്തരം വീടുകളിലേക്ക് നമ്മൾ താമസം മാറുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട്, ഔദ് ബിസ്മിയോ ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം അത്തരം വീടുകളിലേക്ക് പ്രവേശിക്കേണ്ടത്. അതുപോലെ അൽ ബഖറ സൂറത്ത് ഇത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അത്തരം വീടുകളിൽ പിശാചുക്കളുടെ സാമീപ്യം ഉണ്ടാവുകയില്ല. പിന്നെ തടാകങ്ങളുടെ ഉപരിതലം, ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ, വലിയ വലിയ മരങ്ങൾ, ഇതിൻ്റെ ഉയരങ്ങളിലൊക്കെ പിശാചുക്കൾ താമസിക്കാറുണ്ട്. പിശാചുക്കൾ മാത്രമല്ല, ജിന്നുകളും താമസിക്കും. ജിന്നുകളും വീടുകളിൽ വന്ന് താമസിക്കും. നല്ല ജിന്നുകൾ, ചീത്ത ജിന്നുകളല്ല, നല്ല ജിന്നുകളും വീടുകളിൽ വന്ന് താമസിക്കാറുണ്ട്. നല്ല ഖുർആൻ പാരായണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നല്ല ജിന്നുകളും താമസിക്കാറുണ്ട്. അതിനെക്കുറിച്ചിട്ട് വേറൊരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നതാണ് ഇൻഷാ അല്ലാഹ്.